ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിൽ ചെറുവാഹനങ്ങൾക്ക് പമ്പയിൽ പാർക്കിംഗ് അനുമതി നൽകി ഹൈക്കോടതി. ഹിൽ ടോപ്പിലും ചക്കുപാലം 2-ലും കാറുകൾ അടക്കമുള്ള ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഹൈക്കോടതി ഇന്ന് അനുമതി കൊടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമർപ്പിച്ച ഹർജി തീർപ്പാക്കിയാണ് ദേവസ്വം ബെഞ്ചിൻ്റെ ഉത്തരവ്. 2018 മുതൽ മണ്ഡലക്കാലത്ത് പമ്പയിലേക്ക് ചെറുവാഹനങ്ങൾ കടത്തിവിട്ടിരുന്നില്ല. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് തത്സമയം ചേരുന്നു. പറയൂ ശ്രീകാന്ത്, കോടതി വിധിയുടെ കൂടുതൽ വ്യാപ്തി എന്താണ്? മുൻപ് ഈ പ്രളയത്തിനൊക്കെ മുൻപ് ഹിൽ ടോപ്പ്, ത്രിവേണി, ചക്കുപാലം 1, ചക്കുപാലം 2 എന്നിങ്ങനെ 4 പാർക്കിംഗ് ആണ് പമ്പയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പ്രളയത്തിന് ശേഷം 2018 പ്രളയത്തിന് ശേഷം ഇത് അനുവദിച്ചിരുന്നില്ല. അത് തീർത്ഥാടകരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തായിരുന്നു അങ്ങനെയൊരു നടപടി ഉണ്ടായത്. പക്ഷേ പമ്പയിലും ഹിൽ ടോപ്പിലും ചക്കുപാലം 2-ലും കാറുകളടക്കം ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുമതി വേണം എന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്ന് ഹിൽ ടോപ്പിലും അതോടൊപ്പം തന്നെ ചക്കുപാലം 2-ലും ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ചക്കുപാലം 1-ലും ത്രിവേണിയിലും ഇപ്പോഴും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില അന്നുണ്ടായ പരിസ്ഥിതി നാശത്തെ തുടർന്ന് ആ ഭാഗങ്ങൾ പാർക്കിങ്ങിന് ഒരിക്കലും സാധ്യമാകാത്ത തരത്തിൽ നശിച്ചിരുന്നു. 2018 നിയന്ത്രണം കൊണ്ടുവന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നത്. 24 മണിക്കൂർ ഒരു വാഹനം അവിടെ പാർക്ക് ചെയ്യാം, അതിനുശേഷം അത് അവിടെ നിന്നും മാറ്റുകയും ചെയ്യണം. പക്ഷേ ഇത് താൽക്കാലികമായാണ് അനുമതി. ഗതാഗതക്കുരുക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഉടൻ തന്നെ ഈ തീരുമാനം പുനഃപരിശോധിക്കാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് പോലീസിന് അക്കാര്യങ്ങൾ തീരുമാനമെടുക്കാം. താങ്ക് യു ശ്രീകാന്ത്.